ഹലോ മക്കളെ, വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. മക്കളെ, പ്ലസ് ടുയുടെ മക്കളെ, ഫിസിക്സിന്റെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് ഇത് 4ാമത്തെ ക്ലാസ് ആണ്. 1ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിച്ചു. 2ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂട്ടി ഡൈപോൾ പഠിച്ചു. 3ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഗോസസ് തിയറത്തിനെ കുറിച്ച് പഠിച്ചു. ഇത് 4ാമത്തെ ക്ലാസ്സിൽ ഡിറൈവ് ദി ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂട്ടി യൂണിഫോംലി ഇൻഫിനിറ്റ്ലി പ്ലെയിൻ ഷീറ്റ്. ഒരു പ്ലെയിൻ ഷീറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗോസസ് തിയറം ഇല്ലാതെ പ്ലസ് ടു ഇല്ല എന്ന് പറഞ്ഞില്ലേ? ഗോസസ് തിയറം ഇല്ലാതെ പ്ലസ് ടു ഉണ്ടാവില്ല. ഗോസസ് തിയറത്തിന്റെ ഡെറിവേഷൻ ഇല്ലാതെ പ്ലസ് ടുവിൽ ഒരു ഡെറിവേഷൻസും ഒരു പ്രോബ്ലംസും ഒരു ക്വസ്റ്റ്യൻസും കടന്നു പോകില്ല എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ മക്കളെ, നമുക്ക് പഠിച്ചു നോക്കാം. ആ 3 വീഡിയോയും കാണാത്ത ആൾക്കാർ റാൻസ് പ്ലസ് ടു ഈ ചാനലിൽ ഒരു വീഡിയോ, ആ 3 വീഡിയോസും അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മക്കളത് കാണട്ടോ, നിർബന്ധമായിട്ട് അത് കാണണം. അത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു 4 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് കഴിഞ്ഞു. മക്കൾക്ക് ഇനി ഏതെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യാം, കമന്റ് ചെയ്തോ, സാർ അതിന്റെ വീഡിയോസ് ചെയ്യാം. ഓക്കെ, ഏതെങ്കിലും പോർഷൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യും, സാർ അതിന്റെ വീഡിയോസ് കൃത്യമായിട്ട് ചെയ്തു തരാം. ഓക്കെ ആണോ മക്കളെ? പതി നമുക്ക് ഇതിന്റെ ഡെറിവേഷനിലേക്ക് പോയാലോ? ഇതിന്റെ ഡെറിവേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ, അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ മുന്നേ ഉള്ള വീഡിയോ കാണണം. ഗോസസ് തിയറത്തിന്റെ ഡെറിവേഷൻ സാർ ചെയ്യുന്നുണ്ട്, അതിന്റെ വീഡിയോ മക്കൾ നിർബന്ധമായിട്ട് കാണണം. ശ്രദ്ധിച്ചു, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് φ = ES എന്ന് എഴുതാം. ഓക്കെ, രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് φ = Q/ε0 എന്ന് എഴുതാം. മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് ES = Q/ε0 എന്ന് എഴുതാം. ഇതെല്ലാവർക്കും അറിയുന്നല്ലേ? ഇത് ഇങ്ങനെയല്ലടാ നമ്മൾ കഴിഞ്ഞ വീഡിയോയും ചെയ്തത്, ഇങ്ങനെ അല്ലടാ കഴിഞ്ഞ ഡെറിവേഷൻ നമ്മൾ ചെയ്തത്, ആണോ? ഇതുവരെ എഴുതിയ സമയം നിങ്ങൾ കഴിഞ്ഞ ഡെറിവേഷൻ നിങ്ങൾക്കറിയാം, നമ്മൾ എസ്സിനെയും ക്യൂനെയും മാറ്റിയിട്ടുണ്ട്. ഇവിടെ എസ്സിനെ നമ്മൾ മാറ്റൂല. നിങ്ങൾക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ആണ് സിഗ്മ = Q/S. സിഗ്മ = Q/S. ദെൻ Q = നമുക്ക് എന്ത് ചെയ്താൽ സിഗ്മ എസ്. Q = സിഗ്മ എസ്. എന്റെ മക്കൾ എന്ത് ചെയ്യണോ? ES = ക്യൂവിന് പകരം എന്താ കൊടുക്കുക? സിഗ്മ എസ് /ε0. എസ് കട്ട് ചെയ്താൽ ES = എന്റെ മക്കളെ ഒരു കാര്യമാണ് ശ്രദ്ധിച്ചോ, ഇതൊരു പ്ലെയിൻ ഷീറ്റ് ആയതുകൊണ്ട് ഇതിന് 2 സൈഡ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ എന്ത് കൊടുക്കണം? ഒരു 2 കൊടുക്കണം. എന്ത് കൊടുക്കണം? ഒരു 2 കൊടുക്കണം. 2 കൊടുക്കണം. 2 ES = സിഗ്മ /2 അല്ല, നോക്കടാ, ഈ 2 ഇക്വേഷൻ അപ്പുറത്ത് പോയാൽ എന്താടാ? 2 ഇവിടുന്ന് ഈ 2ഉം അതുപോലെ 2 ഇക്വേഷൻ അപ്പുറത്ത് പോയാൽ സിഗ്മ /2 ε0 ആയി. എന്താണ് ഇക്വേഷൻ? ES = സിഗ്മ /2 ε0. ആകെ ഉള്ളത് 1 2 ഈ 3 നമ്മൾ എവിടെ പഠിച്ചതാ? നേരത്തെ ഡെറിവേഷനിൽ പഠിച്ച. ഗോസസ് തിയറത്തിന്റെ ഏത് ഡെറിവേഷനിലും ഈ 3 സ്റ്റെപ്പ് ഇല്ലാതെ കടന്നു പോകാൻ കഴിയില്ല. ഈ 3 സ്റ്റെപ്പ് ഓൾറെഡി നമ്മൾ പഠിച്ചു. പിന്നെടാ ഒരൊറ്റ സ്റ്റെപ്പ് കൊണ്ട് നമ്മൾ ഈ ഡെറിവേഷൻ തീർത്തു. ഇത്രയുള്ള മക്കളെ, ഗോസസ് തിയറത്തിന്റെ ഓരോ ഡെറിവേഷനും കൃത്യമായിട്ട് മക്കൾ പഠിക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ റാൻസ് കൂടേണ്ടത് നിങ്ങളെ പഠിപ്പിക്കാൻ അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. മക്കളെ, ഫിസിക്സിന്റെ ഏത് പ്രശ്നങ്ങൾ എന്താണോ നിങ്ങൾക്ക് പ്രശ്നമുള്ള പോർഷൻസ് മക്കൾ കമന്റ് ചെയ്യും. നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മക്കൾ കമന്റ് ചെയ്യും. ഓക്കേടാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമന്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ മക്കളെ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.